ഹായ് ഓൾ. എനിക്ക് എൻ്റെ PLR സെഷൻ്റെ എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ അതിന് മുൻപ് ഞാൻ എടുത്തിട്ടുള്ള ആകാശിക് റെക്കോർഡിൻ്റെ എക്സ്പീരിയൻസും രണ്ടുമാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഒരു പക്ഷേ ഞാൻ ആകാശിക് റെക്കോർഡ് കഴിഞ്ഞ ശേഷം അതിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസും മാമിൻ്റെ അടുത്ത് ഷെയർ ചെയ്തിരുന്നു. അത് കുറച്ച് മുൻപാണ്, ഒരു 1 ഇയർ ബാക്കാണ്. 1 ഇയർ അല്ല, 1.5 ഇയർ ആയി. കാരണം ഞാനത് ഓർക്കാൻ കാരണം, എനിക്ക് ജോലി കിട്ടിയിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷമായി. അപ്പോൾ ആ ജോലി കിട്ടുന്നതിൻ്റെ ഒരു മാസം മുൻപ്, 1-2 മാസം 1-1.5 മാസം മുൻപാണ് ഞാൻ ആകാശിക് റെക്കോർഡ് എടുക്കുന്നത്. അപ്പോൾ അന്ന് എനിക്കൊരു എക്സ്പെക്റ്റേഷനും ഇല്ല, ഒരു ഹോപ്പില്ല ജോലിയിൽ. കാരണം ഒരു കുറേ കാലമായിട്ട് ജോലിയിൽ പ്രോബ്ലം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. കരിയർ ഗ്യാപ്പ് ഉള്ള ഒരാളായിരുന്നു. നല്ല ഡിപ്രഷനിലുണ്ടായിരുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലാണ്, ഒരു 2.5 വർഷം ആയിട്ടുണ്ട് ഞാൻ മാമിനെ ആദ്യമായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഫോളോ ചെയ്തിരുന്നെങ്കിലും എനിക്ക് ആകാശിക് റെക്കോർഡ് എന്താണ്, റീഡിങ് എടുക്കുക എന്നുദ്ദേശിക്കുന്നത് എന്താണെന്നൊന്നും അന്ന് അറിയില്ല. ഞാൻ മാമിനെ ഫോളോ ചെയ്യുന്നതിന് മാമിൻ്റെ വീഡിയോസ് കാണാറുണ്ട്, ലൈവൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്, മാമിനെ ഫോളോ ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നതിനപ്പുറം റീഡിങ് എടുക്കണോ വേണ്ടയോ എന്നൊന്നും അന്ന് ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ, ഡിപ്രഷൻ്റെ പീക്കിലൊക്കെ എത്തിയ സമയത്ത് അറ്റ്ലീസ്റ്റ് എനിക്ക് എന്തെങ്കിലും ഒരു ഗൈഡൻസ് വേണം എന്നുള്ളൊരു തോട്ട് വന്നപ്പോഴാണ്, നമുക്ക് സ്വന്തം ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണല്ലോ നമ്മളൊരാളുടെ ഹെൽപ്പ് തേടുക. ആ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്ക് അത്രയും നമ്മളെ ഗൈഡൻസ് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും ആ ഡിപ്രഷൻ്റെ പീക്കിൽ നിന്ന് കൂടുതൽ വഷളാവുകയല്ലാതെ അതിൽ നിന്ന് റിക്കവർ ആവാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇപ്പം എനിക്ക് ആലോചിക്കുന്ന സമയത്ത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് 101% കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും, ഞാൻ അന്ന് എടുത്ത ഡിസിഷൻ, അതായത് ഗൈഡൻസിന് ഞാൻ ചൂസ് ചെയ്ത ആളൊരിക്കലും എനിക്ക് തെറ്റിപ്പോയിട്ടില്ല എന്ന് എനിക്കിപ്പം ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. കാരണം ആ ടൈമിൽ ഞാൻ 2024 നവംബർ ടൈമിലാണ് ഞാൻ ആകാശിക് റെക്കോർഡിൻ്റെ റീഡിങ് എടുക്കുന്നത്. അപ്പോൾ ആ എടുക്കുന്ന സമയത്ത് പോലും എനിക്ക് അറിയില്ല എനിക്ക് ജോലി കിട്ടുമോ. ഞാൻ അബ്രോഡാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ഹോപ്പില്ല. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മാസത്തിന് ശേഷം ഓപ്പർച്യൂണിറ്റി വരും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു പോയിന്റ് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോഴും ഞാൻ 100% വിശ്വസിക്കുന്നില്ല എവിടെ വരാനാണ്. കാരണം എനിക്ക് ഇത്രയും കരിയർ ഗ്യാപ്പ് ഉണ്ട്, കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെയുള്ള നമ്മളെ ഡൗട്ട്ഫുൾ മൈൻഡ് ഉണ്ടല്ലോ. ആ ഡൗട്ട്ഫുൾ മൈൻഡ് എനിക്കിങ്ങനെ ഇത് തരുന്നുണ്ട്, കിട്ടുമോ ഇല്ലയോ, മാം പറയുന്നത് കറക്റ്റ് ആയിരിക്കുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ആ ടൈമിൽ ഉണ്ട്. പക്ഷെ എന്നാലും ഉള്ളിൽ ആ മാം പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, ഒരു 1.5 മാസം വരെ ഈ ഒരു കണ്ടീഷൻ തന്നെ ഉണ്ടാവാം, പക്ഷെ ഒരു 1.5 മാസത്തിന് ശേഷം ഓപ്പർച്യൂണിറ്റി വരും എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് എനിക്ക് 2024 ടൈമിലാണ്, ഡിസംബർ ലാസ്റ്റിലേക്ക്, ഡിസംബർ സെക്കൻഡ് വീക്കൊക്കെ ആയ സമയത്ത് എനിക്കൊരു ഇൻ്റർവ്യൂ ഓപ്പർച്യൂണിറ്റി വരെയും. അപ്പോൾ ആ ആ ഒരു പോയിന്റിൽ എനിക്ക് ഈ മാമിൻ്റെ വേർഡ്സാണ് കറക്റ്റായിട്ട് മൈൻഡിൽ വന്നത്. ഓക്കെ, എനിക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണിത്, ഇത് ഞാൻ അറ്റൻഡ് ചെയ്യണം. കാരണം നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി പോലും എനിക്ക് ദൂരമുണ്ട്, അങ്ങനെ ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിരുന്നു. ആ ഒരു അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്ന് ഒരുപക്ഷെ ഞാൻ മാമിൻ്റെ ഗൈഡൻസ് എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യില്ലായിരുന്നു. കാരണം എനിക്ക് പോയി വരാവുന്നതിലും കൂടുതൽ ദൂരമുണ്ടായിരുന്നു. അപ്പം അത് ആക്സെപ്റ്റബിൾ അല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു. പക്ഷേ മാമിൻ്റെ ആ ഒരൊറ്റ വേർഡ്സ് ഉണ്ടല്ലോ, ഒരു 1.5 മാസം കഴിഞ്ഞിട്ടൊരു ഓപ്പർച്യൂണിറ്റി വരും എന്നുള്ള ഒരു വേർഡ്സ് എൻ്റെ മൈൻഡിൽ നോട്ടീസ് ചെയ്ത് വെച്ചത് കൊണ്ടായിരിക്കണം ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ലക്കിലി എനിക്കത് കിട്ടി. ഇപ്പോൾ ഞാനവിടെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് 1.5 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഹോപ്പ് ഇല്ലാതിരുന്നിട്ടും ആ ഒരു സമയത്ത് മാമിൻ്റെ വേർഡ്സ് തന്ന ഹോപ്പ് ഉണ്ടല്ലോ, അത് അതിനെങ്ങനെ എനിക്ക് താങ്ക്സ് പറയേണ്ടതെന്ന് അറിയില്ല. ഞാനിപ്പം അതിൽ വളരെയധികം താങ്ക്ഫുള്ളുമാണ്. എനിക്ക് ആ ഒരു ഹാപ്പിനെസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്.
അതിനുശേഷം ഞാൻ ആകാശിക് റെക്കോർഡ് എടുത്ത ശേഷം ജോലി കിട്ടിക്കഴിഞ്ഞ ശേഷം 2025 ജനുവരി 1 ഞാൻ ഓഫർ ലെറ്റർ സൈൻ ചെയ്യുന്നത്. ഡിസംബർ ലാസ്റ്റിലേക്ക് ഇൻ്റർവ്യൂ എല്ലാം സക്സസ് ആയെങ്കിലും ജനുവരി 2025 ജനുവരി 1 ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് ഹാപ്പിലി അത് ജോലിയിലേക്ക് കടക്കുന്നത്. അപ്പോൾ ജോലിക്ക് കയറി കഴിഞ്ഞ ശേഷം പിന്നെ ഫുൾ ബിസിയായി. എൻ്റെ ആ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വന്നു. പിന്നെ ജോലിയുടെ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. അപ്പോഴും മൈൻഡിലുണ്ടായിരുന്നു എനിക്ക് PLR എടുക്കണം എന്നുള്ളത്. ഒരു ആകാശിക് റെക്കോർഡ് എടുക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരുപാട് ചേഞ്ചസ് വന്നു കേട്ടോ. മാമിൻ്റെ ആ ഗൈഡൻസും കാര്യങ്ങളൊക്കെ കിട്ടി ഞാനത് ഫോളോ ചെയ്ത് വന്നപ്പോൾ ജോലിയും കൂടി ആയപ്പോൾ കുറേയൊക്കെ റിക്കവറായി വന്നതാണ്. പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് എന്തൊക്കെയോ ഇനിയും ക്ലിയർ ഔട്ട് ചെയ്യാനുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള സമയം നമുക്ക് എപ്പോഴും PLR എടുക്കുക എന്ന് പറയുമ്പോഴും നമ്മൾക്ക് തോന്നുന്ന സമയത്ത് റീഡിങ് കിട്ടിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. നമുക്കത് എടുക്കാൻ പറ്റണമെന്ന സാഹചര്യം ഒത്തുവരണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ എൻ്റെ കേസിൽ മേ ബി അതായിരിക്കും സംഭവിച്ചത്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും PLR സെഷൻ അറ്റൻഡ് ചെയ്യണം, ജോലി കിട്ടിയ ഉടനെ എനിക്ക് അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല ആ സമയത്ത്. ഞാൻ ആഗ്രഹിച്ചെങ്കിലും നടന്നിട്ടില്ല. വീണ്ടും ഇപ്പോൾ ഈ 1.5 വർഷത്തിന് ശേഷമാണ് എനിക്ക് വീണ്ടും ഒരു തോട്ട് വന്നത്, ഓക്കെ ഇപ്പോൾ ടൈമായിന്ന് തോന്നുന്നു, എനിക്ക് അറ്റൻഡ് ചെയ്യണം എന്നുണ്ട്. കാരണം എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഇനിയും ക്ലിയർ ചെയ്യാതെ കിടക്കുന്ന കുറച്ച് ഇഷ്യൂസ് എന്തൊക്കെയോ എവിടേക്കോ ബാക്കിയുണ്ട്. അതെനിക്ക് ഒന്നും കൂടെ ഗോ ത്രൂ ചെയ്ത് അതിലെന്താ ഞാൻ ഇനി മാറ്റം വരുത്തേണ്ടത്, ഇനി ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എന്തെങ്കിലും ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടോ, ക്ലിയർ ചെയ്യാൻ ബാക്കി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാമിനെ കോണ്ടാക്ട് ചെയ്തു. ഭാഗ്യത്തിന് എനിക്കിവിടെ നെറ്റ്വർക്ക് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. മാമിന് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല. PLR സെഷൻ എടുക്കുന്നതിൻ്റെ ഒരു 2 വീക്സ് ബാക്ക് ഒരു പ്രീ സെഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ പ്രീ സെഷൻ എടുത്ത സമയത്ത് ക്ലിയർ ആവുന്നേ ഇല്ല. എനിക്ക് നെറ്റ് ക്ലിയർ ആവുന്നില്ല, മാം പറയുന്നത് എനിക്കും ക്ലിയർ ആവുന്നില്ല, ഞാൻ പറയുന്നത് മാമിനും ക്ലിയർ ആവുന്നില്ല. അപ്പോഴേ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നെറ്റ്വർക്ക് പ്രോപ്പർ ആയിരിക്കണം. കാരണം ഒന്നാമത് നമ്മൾ ഡയറക്റ്റ്ലി അല്ലല്ലോ ചെയ്യുന്നത്. അപ്പം ഇതൊരു 2-3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് നെറ്റ്വർക്കിൽ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ എൻ്റെ മൈൻഡിലൊരു പേടി ഉണ്ടായിരുന്നു, നെറ്റ്വർക്ക് പ്രോപ്പർ അല്ലെങ്കിൽ എങ്ങനെ ഇത് ഒരു കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഒരു 2 വീക്സ് ടൈമേ എടുത്തിട്ടുള്ളൂ. ഞാൻ സെഷൻ ബുക്ക് ചെയ്ത ശേഷം 2-3 വീക്സ് മാക്സിമം. അതിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഡേറ്റ് മീൻസ് ആ ഒരു കറക്റ്റ് ടൈമിൽ 4th ജൂലൈക്ക് എനിക്ക് സെഷൻ കിട്ടിയത്. അപ്പോൾ ആ സെഷൻ 3 hour ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് അത്രയും ടൈമൊക്കെ എടുക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെയൊരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നത്. എന്താ എനിക്ക് PLR എന്നുള്ള എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ, പാസ്റ്റ് ലൈഫ് മുൻപത്തെ ലൈഫിലെ മാത്രം ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു എനിക്കുണ്ടായിരുന്ന ഒരു തോട്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോടത്തോളം എൻ്റെ ഈ ഒരു ലൈഫ് ടൈമിൽ ഞാനിപ്പോൾ 37 റണ്ണിങ് ആണ് എൻ്റെ ഏജ്. അപ്പോൾ എൻ്റെ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതലുള്ള ട്രോമാസ് ഉള്ളിൽ കിടക്കുന്നുണ്ട്. അത് എത്രയൊക്കെ ഞാൻ അതിൽ നിന്ന് ഓവർകം ചെയ്തു എന്ന് ഞാൻ വിചാരിച്ചിരുന്നെങ്കിലും അതൊന്നും കംപ്ലീറ്റ്ലി പോയിട്ടില്ലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ശരിക്കും ഈ സെഷനിൽ നിന്നാണ്. ഞാൻ എന്തൊക്കെ ഞാൻ ഓവർകം ചെയ്തു, റിക്കവർ ചെയ്തു എന്ന് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നു ഇപ്പോൾ ഇതുവരെ, പക്ഷെ അതൊന്നും ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ അതിൽ നിന്ന് ഓവർകം ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളൊരു എന്താ ധാരണ വരില്ലേ, അതെനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി ഇതിൽ നിന്ന്. കാരണം ഞാൻ മറന്നു പോയ ചില കാര്യങ്ങൾ, സിറ്റുവേഷൻസ്, ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർ പോലും എന്നെ ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ എന്നെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഞാൻ അറിയാതെ പോലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കി തന്നൊരു സെഷനായിരുന്നത്. PLR സെഷനിൽ നമ്മൾ ഓരോ ഏജ് റിഗ്രഷൻ ചെയ്യുമല്ലോ. അപ്പോൾ ആ ഓരോ ഏജിലും നമ്മൾ കടന്നു പോയിട്ടുള്ള ചില നല്ലതോ ചീത്തയോ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മൾ വീണ്ടും റീകോൾ ചെയ്ത് അവിടേക്ക് എത്തുമ്പോൾ അപ്പോഴാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഓക്കെ എനിക്ക് ഇന്ന ഏജിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പം ഞാൻ അനുഭവിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ
എന്നുള്ളത്. റീസൺ, പ്രോപ്പർ റീസൺ പോകുന്നത് അവിടേക്കായിരിക്കും. 5 വയസ്സിലോ 4 വയസ്സിലോ 10 വയസ്സിലോ ഒക്കെ നടന്ന ചില കാര്യങ്ങളിലേക്കായിരിക്കും ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുടെയും കോർ റീസൺ പോകുന്നത് ആ പല ഏജുകളിലേക്കും ആയിരിക്കും. അപ്പോൾ എനിക്കത് വീണ്ടും ആ ഒരു ടൈമിലേക്ക് പോയിട്ട് അവിടെ നടന്ന പല സിറ്റുവേഷൻസിനെയും ഓർത്തെടുത്ത് അവിടെ തന്നെ അത് ക്ലിയർ ഔട്ട് ചെയ്ത് വരാൻ വേണ്ടി പറ്റി. അതേപോലെ ഞാൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന കുറേ ഇമോഷൻസ് ഉണ്ടായിരുന്നു. ചിലത് പേടി, പിന്നെ വെറുപ്പ്, അതേപോലെ അനാവശ്യമായിട്ടുള്ള തോട്ട്സ്, ഇങ്ങനെ കുറേ 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 ആവശ്യമില്ലാത്ത കുറേ ഭാരങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അറിയുന്നില്ല നമ്മളത് കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. നമ്മളിപ്പോൾ ബിസി ആണല്ലോ. അപ്പോൾ ഇപ്പോൾ ബിസി ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ വിചാരിക്കുമ്പോൾ ഓക്കെ ഞാനതൊക്കെ മറന്നു, എനിക്കിപ്പോൾ അത് എഫക്റ്റ് ചെയ്യുന്നില്ല, അന്നത്തെ സിറ്റുവേഷൻ എന്നെ എഫക്റ്റ് ചെയ്യുന്ന ആ ആൾക്കാർ എന്നെ ബാധിക്കുന്നില്ല, അവർ പറഞ്ഞ കാര്യങ്ങൾ എന്നെ ബാധിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ അറിയാതെ തന്നെ ഇതൊക്കെ നമ്മളെ ഉള്ളിൽ ശരിക്കും ക്യൂർ ചെയ്യാതെ പോയ കുറേ കാര്യങ്ങൾ, മുറിവുകൾ ഉണ്ടാവും. അതൊക്കെ നമ്മളിപ്പോഴും അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ശരിക്കും ഈ സെഷൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും എക്സ്പീരിയൻസ്. എന്നെക്കാളും മുന്നേ റീഡിങ് എടുത്തവരുണ്ടാവും, അവർക്ക് ചിലപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് ശേഷം ഇനി PLR എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടാവും ഈ കൂട്ടത്തിൽ. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആയിരിക്കും. ചിലർക്ക് പാസ്റ്റ് ലൈഫിലെ തന്നെ കടങ്ങൾ ബാക്കി വച്ചിട്ടുള്ളതായിരിക്കും ഈ ലൈഫിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അതായിരിക്കാം ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങൾ. ചിലർക്ക് നമ്മൾ ഈ ഒരു ലൈഫ് ടൈമിൽ തന്നെ ഓരോ ഏജിലും നടന്ന പല കാര്യങ്ങളെ ക്ലിയർ ചെയ്യാനുണ്ടാവും, അതിൽ നിന്ന് റിക്കവർ ആവാനുണ്ടാവും. പക്ഷെ മാം ഓരോന്നും പോയിൻ്റ് ഔട്ട് ചെയ്ത് നമ്മൾ ഓരോ ഏജിൽ നടന്ന കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയി നമ്മളെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മൾ തന്നെയാണ് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ അതിൽ നിന്ന് ഇറങ്ങി വരാം എന്നുള്ള ചിന്തിക്കുന്നത്, എന്തായിരുന്നു കോർ റീസൺ എന്നൊക്കെ നമ്മളെ കൊണ്ട് തന്നെ അത് ഫീൽ ചെയ്യിപ്പിച്ച് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഞാനിപ്പം ഫ്രീ ആയി ശരിക്കും. നമ്മൾ വേണ്ടാത്ത കുറേ ഭാരങ്ങൾ ഇറക്കി വെച്ച് ശരിക്കും ഫ്രീ ആവുക എന്ന് പറയില്ലേ, ആ ഫ്രീഡം ശരിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇനി സെഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് സെഷൻ അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആയിരിക്കും. അപ്പം ഞാൻ ഈ പറയുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കണം എന്നില്ല നിങ്ങൾക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസ്. എല്ലാവരും ഒരു തവണ അറ്റൻഡ് ചെയ്തിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. എന്തായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുക. അപ്പോൾ ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആവും. ഇപ്പം എന്നെ പോലെ ഇപ്പോൾ എനിക്ക് മുന്നേ സെഷൻ എടുത്തവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തവരുണ്ടാവും ഈ ഗ്രൂപ്പിൽ തന്നെ, ചാനലിൽ. അപ്പോൾ ഇനി വരാൻ പോകുന്നവർക്ക് ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലംസിന് ഒരു പ്രോപ്പർ ഗൈഡൻസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നെങ്കിൽ ആകാശിക്ക് റെക്കോർഡ് എടുക്കണം എന്നുള്ളവർ അതെടുക്കുക. ഞാൻ രണ്ടും എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് രണ്ടും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. രണ്ടിലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും എൻ്റെ ലൈഫിൽ കുറേ ചേഞ്ചസും വന്നിട്ടുണ്ട്. അതെനിക്ക് എൻ്റെ എക്സ്പീരിയൻസസ് ത്രൂ മാത്രമാണ് എനിക്കിത് പറയാൻ പറ്റുന്നത്. കാരണം ഈ 2.5 വർഷമായാലും 2.5 വർഷത്തോളം എനിക്ക് ഞാൻ ഫോളോ ചെയ്യുന്നു. ഈ 1.5 വർഷത്തോളമായിട്ട് ഞാൻ ആകാശിക് റെക്കോർഡ് എടുത്തിട്ട് 1.5 വർഷം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് അറിയാം ഓരോ റീഡിങ്ങിന് ശേഷവും എൻ്റെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി PLR സെഷന് ശേഷം ആക്ച്വലി എനിക്കുണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾക്ക് ഞാൻ ഇനിയും ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ സെഷൻ എടുത്തിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. 4th ജൂലൈക്കാണ് ഞാൻ എടുത്തത്. ഇന്നിപ്പം ഞാനിത് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇന്നെന്താ ഡേറ്റ്, ഇന്ന് 14th ആണ്. അപ്പോൾ ഒരു 10 ദിവസത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക്
ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റിയെന്ന് വരില്ല. ഒരുപക്ഷെ 1 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു റിവ്യൂ പറയുകയോ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയോ 1 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതെങ്കിൽ എനിക്ക് ടോട്ടലി ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടാവാം. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ ഒരു ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിലെ എക്സ്പീരിയൻസ് ഇത്രയാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സെഷൻസാണ് മാമിൻ്റെ ആകാശിക് റെക്കോർഡ് ആണെങ്കിലും PLR ആണെങ്കിലും. വളരെ ഫ്രീ ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് മാം നമുക്ക് എന്ത് കാര്യമാണെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും. എന്തൊക്കെ എക്സ്പീരിയൻസസ് ആണെങ്കിലും നമുക്ക് വളരെ ഫ്രീ ആയിട്ടൊരു ഫ്രണ്ടിനോട് എന്നുള്ള പോലെ ഷെയർ ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോപ്പർ ഗൈഡൻസ് അവിടുന്ന് കിട്ടുകയും ചെയ്യും. ഞാൻ എനിക്ക് ആകാശിക് റെക്കോർഡ് എടുത്ത കോൺഫിഡൻസിൽ തന്നെയാണ് ഞാൻ PLR എടുത്തതും. എനിക്കതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഇതിൻ്റെ കൂടുതൽ എക്സ്പീരിയൻസസ് എനിക്ക് ഷെയർ ചെയ്യണമെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ടൈം വേണ്ടി വരും. അപ്പോൾ ഒരു പക്ഷേ 1 വർഷത്തിന് ശേഷമോ ഒക്കെ ഞാൻ വീണ്ടും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ പറയാനുണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഇത്രയാണ് പറയാനുള്ളത്. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കാം. നമ്മളുടെ പ്രോബ്ലംസിനെല്ലാം സൊല്യൂഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ആരുടെ അടുത്ത് എത്തിപ്പെടുന്നു എന്നതിനനുസരിച്ചിരിക്കും. നമ്മൾക്ക് കിട്ടുന്ന ഗൈഡൻസ് പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് എല്ലാ പ്രോബ്ലംസിൽ നിന്നും ട്രോമാസിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റും. ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ആൾക്കാരുണ്ടാവും, ഇതിൽ പല പല വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. എല്ലാവരോടുമാണ് പറയുന്നത്, മാമിൻ്റെ സെഷൻ അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഒട്ടും ലേറ്റ് ആക്കണ്ട. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് സൊല്യൂഷൻസ് കിട്ടാനും നമ്മളുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്താനും പറ്റും. അപ്പോൾ ഒരു ഡിലേ ചെയ്യേണ്ട ആവശ്യമില്ല, ഡൗട്ട്ഫുൾ ആയിട്ടിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ സെഷൻ അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഡൗട്ട്ഫുൾ ആയിരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഒട്ടും ഡൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു സെഷൻ എടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉടനെ എടുക്കുക. കാരണം നമുക്ക് റിക്കവർ ആവാനുള്ള ടൈം കുറഞ്ഞു കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ടൈം കുറഞ്ഞു കിട്ടും. അപ്പം അതുകൊണ്ട് ആരും ഡിലേ ചെയ്യാതെ എന്താണോ നമ്മൾക്ക് ഉള്ളിൽ ഗട്ട് ഫീലിംഗ് എന്താണോ സെഷൻ എടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒട്ടും ഡിലേ ചെയ്യേണ്ട ആവശ്യമില്ല. കോൺഫിഡൻ്റ് ആയിട്ട് എടുക്കുക. നമ്മൾ ലൈഫിൽ ചേഞ്ചസ് സ്വയം എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് എക്സ്പീരിയൻസസ് പറയാനുള്ളത്. മാമിനോട് ഒരിക്കൽ കൂടെ താങ്ക്സ് പറയാണ്. ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതിനും നമ്മളെപ്പോലെ ഒരുപാട് പേർക്ക് ഗൈഡൻസ് ആയിട്ട് നിൽക്കുന്നതിനും ഒരു ഫ്രണ്ടിനെ പോലെ നമ്മൾക്ക് പ്രോപ്പറായിട്ട് വഴി കാണിച്ചു തരുന്നതിനൊക്കെ താങ്ക് യു പറയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.